السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ബഹുമാനമുള്ള അസീസ് അടിമാർ ഉസ്താദ്, ഹബീബ് ഉസ്താദ്, മറ്റു ഉസ്താദുമാരെ, പ്രിയമുള്ള വിദ്യാർത്ഥികൾ, തൗഹീദിയ പ്രസിദ്ധ ഉദ്ഘാടന ശ്രമമാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിലൊക്കെ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു വലിയ പണ്ഡിതനാണ് ഷതീഖുൽ ബൽഖി എന്ന് പറയുന്നത്. മഹാനായ ഹത്തമുൽ അസം നമുക്കെല്ലാവർക്കും അറിയാം. മഹാനവരുടെ ഉസ്താദാണ് ഷതീഖുൽ ബൽഖി എന്ന് പറയുന്നത്. ഒരു ദിവസം ഷതീഖുൽ ബൽഖിയോട് അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ സുഹൃദിനെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുന്നുണ്ട്. സുഹൃദ് എന്ന് പറഞ്ഞാൽ ദുനിയാവ് ഒഴിവാക്കി ആഖിറത്തിന് പ്രാധാന്യം നൽകുന്നതിനാണ് സുഹൃദ് എന്ന് പറയുന്നത്. അപ്പൊ സുഹൃദ് എന്താണ് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണമെന്ന് ഒരാൾ ഷതീഖുൽ ബൽഖിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കിട്ടിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുക, കിട്ടിയില്ലെങ്കിൽ ക്ഷമിച്ച് കഴിയുക. എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കിട്ടിയാൽ അൽഹംദുലില്ലാഹ് പറയുക, അല്ലെങ്കിൽ ആവശ്യ സാധനങ്ങൾ കിട്ടിയാൽ അൽഹംദുലില്ലാഹ് പറയുക, കിട്ടിയില്ലെങ്കിൽ ക്ഷമിക്കുക. ഈ ചോദിച്ചാൽ പറഞ്ഞു, ബൽഖയിലുള്ള പട്ടികളും ഇങ്ങനെ തന്നെ എഴുതുന്നു. കിട്ടിയാൽ അവരിങ്ങനെ വാലാട്ടും, കിട്ടിയില്ലെങ്കിൽ അവിടെ ഒരു ഭാഗത്ത് പോയിട്ട് കിടന്നാവും. അപ്പോൾ ഇത്രയുള്ളപ്പോൾ സുഹൃത്ത് എന്ന് ചോദിച്ചു. ഷതീഖുൽ ബൽഖി തിരിച്ചു ചോദിച്ചു, എന്നാൽ നിങ്ങളൊന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സുഹൃത്ത് എന്ന് പറഞ്ഞാൽ കിട്ടിയാൽ മറ്റുള്ളവരെ തിരഞ്ഞെടുക്കുകയും കിട്ടിയില്ലെങ്കിൽ ക്ഷമിക്കുക എന്നതുമാണ്. അപ്പൊ ഈസാർ എന്ന ഗുണം, മറ്റുള്ളവർക്ക് സ്ഥാനം കൊടുക്കുക എന്നത്, അതാണ് ഏറ്റവും വലിയ സുഹൃത്ത്. നമുക്ക് കിട്ടിയ സാധനത്തെ നമുക്ക് ചെലവാക്കാതെ മറ്റുള്ളവരെ തിരഞ്ഞെടുക്കുക, നമ്മുടെ ശരീരത്തെക്കാളും നമ്മേക്കാളും മറ്റുള്ളവർക്ക് സ്ഥാനം കൊടുക്കുക എന്നതാണ് ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ സ്വഭാവം എന്ന് ഷതീഖുൽ ബൽഖിയെ ഈ ഷെയ്ഖ് പഠിപ്പിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, മഹാന്മാരായ അൻസ്വാറുകളുടെ സ്വഭാവത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സഹാബികളെ വളരെ കൂടുതൽ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത സഹാബികളാണ് അൻസ്വാരികളായ സഹാബികൾ. അൻസ്വാരികളായ സഹാബാക്കളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹശ്റിൽ 5 സ്ഥാനങ്ങൾ അവരെ കുറിച്ച് പറയുന്നുണ്ട്. 5 മുഹാജിറുകളെ കുറിച്ച് 5 പറയുന്നുണ്ട്, അൻസാറിനെ കുറിച്ച് 5 പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ദാരിദ്ര്യത്തെ അവർ പേടിക്കുന്നതോടൊപ്പം അവരെക്കാളും അവരുടെ ശരീരത്തെക്കാളും മറ്റുള്ളവർക്ക് സ്ഥാനം നൽകുന്നവരാണ് അൻസ്വാറുകളായ സഹാബികൾ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ എല്ലാ കഴിവുകളും, നമ്മുടെ കഴിവ് അതുപോലെ മറ്റുള്ള കഴിവുകളൊക്കെ മറ്റുള്ളവർക്ക് സ്ഥാനം കൊടുക്കുന്ന രീതിയിലേക്ക് ആക്കി തീർക്കുക എന്നതാണ് നമ്മുടെ പഠനത്തിൻ്റെയും നമ്മുടെ പരീക്ഷയുടെയും നമ്മുടെ ഫെസ്റ്റിൻ്റെയും എല്ലാം ആകത്തുക നമ്മൾ മനസ്സിലാക്കണം. സമൂഹത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ എല്ലാവിധ മേഖലകൾക്ക് വേണ്ടിയിട്ടും നമ്മളുടെ കഴിവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. രാജാതിരാജനായ റബ്ബ് നമ്മുടെ ബർക്കത്ത്